പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഈ ലോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത്യാവശ്യം നല്ല വിലയുള്ള സ്ഥലത്ത് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു സാധനമായിട്ടാണ് ഇന്ന് വരുന്നത്. 50 സെൻറ്റ് സ്ഥലം, അതിലൊരു ചെറിയ ഓടിട്ട വീടുണ്ട്. ഒരു 10 വർഷം പഴക്കമുള്ള ഓടിട്ട വീടാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ജനവാസമുള്ള ഏരിയ, അത്യാവശ്യം വിലയുള്ള ഏരിയ. ഹൈവേന്ന് ആകെ 600 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. നമുക്ക് ഭാവിയിൽ ഒരുപാട് ഇനി മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വില വരും. ഈ 50 സെൻറ്റിൽ കുറച്ച് ഭാഗം വയലുണ്ട്, കരവയലുണ്ട്. ഒരു 15 സെൻറ്റ് കരവയൽ തന്നെ പറയാം, വയലല്ല. നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഭാവിയിൽ ഈ വിലയ്ക്ക് തന്നെ വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം. ഇതിൻ്റെ വില പറയുന്നത് 41 ലക്ഷം രൂപയാണ് ടോട്ടൽ വില പറയുന്നത്. അത് ഒന്ന് ശ്രദ്ധിക്കുക. 41 ലക്ഷം രൂപ ടോട്ടൽ വിലയാണ്. ചെറുതായിട്ട് നെഗോഷ്യബിളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാണാം. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക, ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ നിലവിലുള്ളത് മാനന്തവാടി കുറ്റ്യാടി റോഡിലാണ്. മാനന്തവാടി ടൗണിലേക്ക് ഇവിടുന്ന് 7 കിലോമീറ്റർ, 4 മൈൽ അടുത്താണ്. പീച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമ്മൾ ഇവിടുന്ന് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ, ഇത് നിലവിൽ സ്റ്റേറ്റ് ഹൈവേ ആണ്. ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോറി റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ആ റോഡിനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഉള്ളത്. ഒരു 50 സെൻറ്റ്, അതിലൊരു ചെറിയ വീടൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതാണ് ഹൈവേന്ന് ഉള്ള ആക്സസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോഡൊന്ന് കാണിച്ചു തരുന്നത്. നല്ല ഏരിയ കേട്ടോ, നല്ല അടിപൊളി ഏരിയ ആണ്. അത്യാവശ്യം നല്ല വിലകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്, ജനവാസമുള്ള ഏരിയ ആണ്. നമ്മൾ കോറി റോഡ് എന്ന് പറയുന്ന റോഡ് ലെഫ്റ്റാണ്, ഇപ്പം നമ്മൾ തിരിയാണ്. ഈ കോറി റോഡിൽ കൂടെ നമുക്കൊരു 700 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് എത്താം കേട്ടോ. അപ്പോൾ അത്ര അടുത്താണ്, സൗകര്യമുള്ള ഏരിയ ആണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ് എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തു തരാം. നമ്മൾ ഈ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത് നമ്മൾ വന്ന റോഡാണ്. ആ റോഡിൽ നിന്ന് ഒരു 20-25 മീറ്റർ ഇപ്പുറത്താണ് വീടുള്ളത്. റോഡ് നല്ല വീതിയുള്ള റോഡാണ്. ആ ഒരു സ്ലാബിൻ്റെ പണി ബാക്കിയുണ്ട് കേട്ടോ. പഞ്ചായത്ത് ഏറ്റെടുത്ത റോഡാണ്. ഈ ഒരു മതിൽ കഴിഞ്ഞ ഉടനെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ റോഡ് അത്യാവശ്യം ഫ്രണ്ടേജ് വരുന്നുണ്ട്. റോഡ് ഏതാണ്ട് ഇവിടെ കൊണ്ട് തീരുകയാണ് കേട്ടോ. താഴെ കൊണ്ട് റോഡ് തീരുകയാണ്. 1-2 വീട്ടുകാരെ ഈ റോഡ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ നെറ്റ് കെട്ടിയതിൻ്റെ അപ്പുറത്താണ് ഈ ലാൻഡ് കിടക്കുന്നത്. വീട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ എൻട്രൻസ് വീട്ടിലോട്ടാണ്. നമുക്ക് ആദ്യം ജസ്റ്റ് വീടൊന്ന് കാണാം. ഞാനിപ്പോൾ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. മേലെ ഓടാണ്. ഒരു 10 വർഷം പഴക്കമുള്ള വീടാണ്. നിലമൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയാണ്. ഇതിലിപ്പം നിലവിൽ താമസക്കാരുണ്ട്. 3 ബെഡ്റൂമുള്ള വീടാണ്. പഴയ മോഡൽ ഒരു ഓട് വീട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം. ബാത്റൂമൊക്കെ പുറത്താണ്. ഉള്ളിലൊരു 3 ബെഡ്റൂമുണ്ട്. പുറത്തൊരു റൂം വേറെ ഉണ്ട്. നമ്മൾ കയറുന്നിടത്ത് റൈറ്റ് സൈഡിലൊരു റൂമുണ്ട്. ഉള്ളിലൊരു ഹാളാണ്. ഹാളിനോട് ചേർന്നൊരു 3 ബെഡ്റൂം, ഒരു കിച്ചൺ. ഇതൊക്കെയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ. ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുണ്ട്. ബെഡ്റൂമൊക്കെ ആ ഒരു 10 വർഷം പഴക്കമുള്ള വീടാണല്ലോ, ആ ഒരു മോഡൽ വീടാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീടാണ്. വൃത്തിയാക്കി എടുത്താൽ അടിപൊളി വീടാവും. ഇപ്പോൾ നിലവിൽ മോശമൊന്നുമില്ല, താമസിക്കാൻ പറ്റുന്നതാണ്. ഇവരിവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീടാണ്. ബാക്കി നമുക്ക് ഇതിൻ്റെ സ്ഥലം ഒന്ന് കാണാം. ഈ വീട് നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു 10-15 സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട്. അതൊന്ന് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ താഴെയാണ് ലാൻഡ് കിടക്കുന്നത്. ഇവർ എല്ലാ കൃഷിയും ചെയ്യുന്ന ലാൻഡാട്ടോ. തെങ്ങുണ്ട്, മാവുണ്ട്, കവുങ്ങുണ്ട്, വാഴയുണ്ട്, പിന്നെ അങ്ങനെയുള്ള എല്ലാ സംഭവവും. കുരുമുളക് അത്യാവശ്യം നല്ല രീതിയിൽ, ഈ ഒരു 50 സെൻറ്റ് ആണെങ്കിലും ഞാൻ ഒരുപാട് കുരുമുളകിൻ്റെ വള്ളി കണ്ടു. അപ്പോൾ അത്യാവശ്യം കുരുമുളക് കിട്ടുന്നുണ്ട്. വെറുതെ ഇട്ട പറമ്പല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു കുടുംബത്തിന് ആവശ്യമുള്ള പച്ചക്കറികൾ കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ 50 സെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൂടാതെ താഴെ വയലൊരു 10-15 സെൻറ്റ് ഉണ്ടല്ലോ, അവിടെ ഇവർ ചെയ്യുന്നുണ്ട്. വയൽ എന്ന് പറയാൻ നെൽകൃഷിയൊന്നുമല്ല, കരവയലാണ്. നമുക്ക് വേണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് കരയാക്കുകയും ചെയ്യാം. അങ്ങനെ കിടക്കുന്നൊരു വയലാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ്. ഇത് കാട് പിടിച്ച് കിടക്കുന്നതല്ല, അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉള്ളതുകൊണ്ട് ഒരു തിക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ വെള്ളം, കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിന് നല്ലൊരു കിണറുണ്ട്. ഫുൾ ടൈം വെള്ളം കിട്ടുന്ന ഒരു കിണറാണ്. താഴെ വയലായതുകൊണ്ട് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണ് കിണർ. കിണറിൻ്റെ താഴെ ജസ്റ്റ് കിണറിലെ വെള്ളം നമുക്കൊന്ന് നോക്കിക്കളയാം. വളരെ പഴക്കമുള്ളൊരു കിണറാണ്. വെള്ളത്തിന് ഒരു കാലത്തും വറ്റിയില്ല. താഴെ വയലാണ്. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയില്ല. ഒരു പൂച്ചനെ നിങ്ങൾ കാണുന്നുണ്ടാവും.
ഇയാൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങും മുതൽ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വഴി കാണിച്ചു തരുന്നുണ്ട്. പുള്ളിയാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. പുള്ളീനെ അടക്കം നമുക്ക് കച്ചവടം പറയാം കേട്ടോ. കച്ചവടം പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. നിരപ്പുള്ള ഏരിയ കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട്, മരങ്ങൾ വലിയ മരങ്ങളല്ല, ചെറിയ ചെറിയ മരങ്ങളാണ്. എല്ലാ കൃഷിയും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശാന്തമായ ഒരു, എന്നാൽ നമുക്ക് എല്ലാ ടൗണുകളും വളരെ അടുത്താണ്. മാനന്തവാടി അടുത്താണ്, 4 മൈൽ അടുത്താണ്, 5 മൈൽ അടുത്താണ്. അങ്ങനെ എല്ലാ ടൗണുകളും അടുത്തായിട്ട് നല്ലൊരു ഏരിയ ആണ്. അത്യാവശ്യം നമുക്കിനി ഇതെടുത്തിട്ട് ആവശ്യമുള്ള നിർത്തിയിട്ട് ബാക്കി വിറ്റാൽ നമുക്ക് നല്ല വില കിട്ടും. വില കിട്ടുന്ന ഏരിയ ആണ്. പിന്നെ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വരും. അത് ഓരോരുത്തരുടെ സാഹചര്യമാണ്. ഈ ഒരു നടവഴി നമ്മളെ വയലോട്ടുള്ള വഴി കേട്ടോ. അതിൻ്റെ ഇടത് സൈഡ് കംപ്ലീറ്റ് നമ്മളെ ലാൻഡ് തന്നെയാണ്. നമുക്കത് റോഡാക്കാം, എങ്ങനെ വേണേൽ വീതി കൂട്ടാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോലം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വീടും പരിസരമാണ്. 50 സെൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.